ഹൃദയം മാധുര്യമാം നിൻമൊഴികൾ തണുപ്പിക്കുമെൻ ഹൃദയം ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ തേജസ്സേറും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 50-ാം സങ്കീർത്തനം 17-ാം വാക്യം. നീ ശാസനയെ വെറുത്ത് എൻ്റെ വചനങ്ങളെ നിൻ്റെ പുറകിൽ എറിഞ്ഞു കളയുന്നുവല്ലോ. ഇന്നത്തെ വചനം നമുക്ക് നൽകുന്ന വലിയ ഒരു മുന്നറിയിപ്പുണ്ട്. നാം ദൈവത്തെ അറിയുന്നതായി അവകാശപ്പെടുന്നുണ്ടെങ്കിലും അവൻ്റെ ഉപദേശവും ശാസനയും സ്വീകരിക്കുവാൻ തയ്യാറാകുന്നില്ല. ദൈവവചനം കേൾക്കുകയും പഠിക്കുകയും ചെയ്തിട്ടും അത് അനുവർത്തിച്ച് ജീവിക്കുന്നില്ല. ദൈവം നമ്മെ സ്നേഹിക്കുന്നതിനാൽ നമ്മെ തിരുത്തുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ പലപ്പോഴും മനുഷ്യൻ തൻ്റെ ഇഷ്ടപ്രകാരം ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ശാസന ഒരു ഭാരമായി തോന്നാം. പ്രിയരെ, ആത്മീയ വളർച്ചയ്ക്കായി ദൈവത്തിൻ്റെ തിരുത്തൽ സ്വീകരിക്കേണ്ടതാണ്. ഇന്നത്തെ വാക്യത്തിൽ വചനത്തെ പുറകിലേക്കെറിയരുത് എന്ന് പരാമർശിക്കുന്നത് അവഗണിക്കുക, പ്രാധാന്യം നൽകാതിരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. പലരും ദൈവവചനം കേൾക്കുന്നുവെങ്കിലും ജീവിതത്തിൽ അതിന് പ്രത്യേക സ്ഥാനം നൽകുന്നില്ല. ഇവിടെ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് കേൾക്കുന്ന ചെവികൾ മാത്രമല്ല, അനുസരിക്കുന്ന ഹൃദയം കൂടിയാണ് ആവശ്യം. യഥാർത്ഥ ഭക്തി ആരാധനയിൽ മാത്രം കാണപ്പെടുന്നതല്ല, ദൈനംദിന ജീവിതത്തിൽ ദൈവവചനത്തിന് കീഴ്പ്പെടുന്നതും കൂടിയാണ്. നമ്മുടെ വാക്കുകൾ, പ്രവൃത്തികൾ, ബന്ധങ്ങൾ, തീരുമാനങ്ങൾ എന്നിവയിൽ ദൈവത്തിൻ്റെ ഇഷ്ടം പ്രതിഫലിക്കണം. പ്രിയമുള്ളവരെ, ദൈവവചനം കേൾക്കുന്നവരായി മാത്രമല്ല, അതനുസരിച്ച് ജീവിക്കുന്നവരായി തീരണം. ശാസനയെ വെറുക്കാതെ സ്വീകരിക്കുകയും ദൈവവചനത്തെ പുറകിലേക്കെറിയാതെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ആത്മീക ജീവിതം ശക്തമായി മാറ്റപ്പെടും. ഈ തരത്തിൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ ഈ നാളുകൾ നമുക്ക് പുതുക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ വചനത്തെ സ്നേഹിക്കുവാനും നിൻ്റെ ശാസനയെ സ്വീകരിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.